സംഘികൾക്കും കൊങ്ങികൾക്കും എന്ത് നാടകം, എന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം. സ്നേഹലത റെഡ്ഡി എന്ന അടിയന്തരാവസ്ഥയുടെ ഒരു ഇരയുണ്ട്. ക്രൂരമായ പോലീസ് നരനായാട്ടിന് ഇരയാക്കപ്പെട്ട സ്ത്രീ, അഥവാ ക്രൂരമായ ലോക്കപ്പ് പീഡനത്തിന് ഇരയായ സ്ത്രീ, അടിയന്തരാവസ്ഥയുടെ ഇര. അവരെ കേന്ദ്ര കഥാപാത്രമാക്കി ആവിഷ്കരിച്ച മിസ എന്ന നാടകം അവതരിപ്പിക്കാൻ ഡിവൈഎഫ്ഐ സമ്മേളന വേദിയിൽ അവസരമുണ്ടാക്കിയപ്പോൾ അതിലെ കഥാപാത്രം ധരിച്ച വസ്ത്രത്തിലേക്ക് സദാചാര നോട്ടം പോയി ലൈംഗിക ദാരിദ്ര്യമുള്ളവന്മാരുടെ ഡയലോഗിന് ഇന്ന് മാതൃഭൂമിയിലെ അവതാരക കൊടുത്ത ഒരു മറുപടിയുണ്ട്. നാടകത്തിലെ കഥാപാത്രമോ തീമോ അല്ല, അതിലെ സ്ത്രീയുടെ ശരീരം കണ്ട അപ്പൊ തന്നെ ഞരമ്പിസമുണരുന്ന സംഘികൾക്കും കൊങ്ങികൾക്കും കൃത്യമായിട്ടുള്ള മറുപടിയാണ് ആര്യ പറഞ്ഞു വെച്ചത്. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച മിസ നാടകം, അതിലെ ചില രംഗങ്ങൾ മാത്രം വെട്ടിമുറിച്ച് ഏഴിമല പൂഞ്ചോലയിട്ട് പ്രചരിപ്പിക്കുന്നവർ എത്ര ലൈംഗിക ദാരിദ്ര്യമുള്ളവരായിരിക്കും. കേട്ടല്ലോ, കൊടിയ ലൈംഗിക ദാരിദ്ര്യമാണ് ഇത്. നാടകത്തിനോട് മാത്രമല്ല, നേരത്തെ നിങ്ങൾ സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്നൊരു വാക്ക് വന്നപ്പോഴും ഇതുപോലെ കുരുപൊട്ടി ഒലിച്ചിട്ടുണ്ട്. നാടകത്തിൽ ഒരു സ്ത്രീ ലോക്കപ്പിൽ അനുഭവിച്ച ക്രൂരമായ പീഡനങ്ങളെ അത് കൃത്യമായി അവതരിപ്പിക്കാൻ വേണ്ടി വേഷം ധരിച്ചു. അത് സ്ത്രീകളുടെ അടിവസ്ത്രമായിരുന്നു. അത് കണ്ടപ്പോൾ മുതൽ പിന്നെ ഏഴിമലർ പൂഞ്ചോലയായി, ആഘോഷമായി. ഇതാണ് ഇവന്റെയൊക്കെ നോട്ടം. തനി സദാചാര ഞരമ്പന്മാർ. ആ സദാചാര ഞരമ്പന്മാർക്ക് ഇന്ന് കൊടുത്ത ഈ ഇൻട്രോ അത് ഗംഭീരമെന്ന് പറയാതെ തരമില്ല. എല്ലാ രാത്രികളിലും ജയിലിൽ സ്നേഹലത റെഡ്ഡിയുടെ കരൾ പിളർക്കുന്ന നിലവിളി കേൾക്കാമായിരുന്നു. ഉയർന്ന ശബ്ദത്തിൽ അവർ നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ബാംഗ്ലൂർ സെൻട്രൽ ജയിലിൽ അടച്ച സ്നേഹലതയെക്കുറിച്ച് അന്ന് അതേ ജയിലിൽ മറ്റൊരു സെല്ലിൽ കഴിഞ്ഞ മുൻ കേന്ദ്രമന്ത്രി മധു ദന്താവാദെ എഴുതിയതാണ്. അതിക്രൂരമായാണ് പോലീസ് സ്നേഹലതയെ ചോദ്യം ചെയ്തത്. ദിവസങ്ങളോളം ഭക്ഷണവും വെള്ളവും നൽകിയില്ല. സ്നേഹലതയെ മോചിപ്പിക്കാൻ പലരും ഇന്ദിരാഗാന്ധിക്ക് മുന്നിലെത്തി. സ്നേഹലതയ്ക്ക് ബോംബ് സ്ഫോടനത്തിൽ പങ്കുണ്ടെന്ന പോലീസ് റിപ്പോർട്ട് പക്ഷേ ആയുധമാക്കി ഉപയോഗിച്ചു. ഒരു തെളിവും കിട്ടിയില്ല. കുറ്റപത്രത്തിൽ സ്നേഹലതയുടെ പേര് പോലും ഉണ്ടായിരുന്നില്ല. 1977 ജനുവരി 15 പോലീസ് സ്നേഹലതയെ വിട്ടയക്കുന്നത്. 5 ദിവസം കഴിഞ്ഞവർ മരിച്ചു. അടിയന്തരാവസ്ഥ കാലത്തെ രക്തസാക്ഷിയാണ് സ്നേഹലത റെഡ്ഡി, ഇന്ദിരയുടെ ഇന്ത്യയിലെ രക്തസാക്ഷി. ആ സ്നേഹലതയെ ഇന്നത്തെ തലമുറ അറിയണ്ടേ? ആ വേദന അറിയണ്ടേ? ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച മിസ നാടകം, അതിലെ ചില രംഗങ്ങൾ മാത്രം വെട്ടിമുറിച്ച് ഏഴിമല പൂഞ്ചോലയിട്ട് പ്രചരിപ്പിക്കുന്നവർ എത്ര ലൈംഗിക ദാരിദ്ര്യമുള്ളവരായിരിക്കും. 1 മണിക്കൂർ 10 മിനിറ്റുള്ള ആ നാടകം അവസാനിക്കുമ്പോൾ ഒരു ചോദ്യമുണ്ട് അത് കാണുന്ന കാണികളോട്: അടിയന്തരാവസ്ഥ അവസാനിച്ചോ എന്ന്. സ്ത്രീയുടെ ശരീരം കണ്ടാൽ അത് ശശികല ആയിക്കോട്ടെ, ഇനി ഏറ്റവും താഴെയുള്ള കോൺഗ്രസ്സുകാരനായിക്കോട്ടെ, അവന് മറ്റേ ചിന്തയാണ്. ഈ സദാചാര ബോധമായിട്ട് നടക്കുന്നവനൊക്കെയാണ് സമൂഹത്തിലിറങ്ങി രാഷ്ട്രീയ പ്രവർത്തനവും ഒപ്പം തന്നെ പൊതുമണ്ഡലത്തിൽ ജനങ്ങളുമായി ഇടപഴകുന്നത്. എവിടെയെങ്കിലും ശകലം സ്ത്രീകളുടെ വസ്ത്രം മാറിയിരുന്നാൽ എന്തായിരിക്കും ഇവന്റെയൊക്കെ നോട്ടം പോകുന്നതെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. സ്നേഹലത റെഡ്ഡി എന്ന കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിനെ ഉപയോഗിച്ച് ക്രൂരമായി വേട്ടയാടി ഒടുവിൽ ജീവിതം നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ ജീവിതം ഇന്നത്തെ കാലഘട്ടത്തിലെ സമൂഹത്തെ അറിയിക്കുക എന്നുള്ളതാണ് കലയിലൂടെയുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം. ആ കഥ ഏത് രീതിയിലാണ് ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നതിനപ്പുറം അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം എങ്ങനെയാണ് സംഘികളെയും ചില കോൺഗ്രസ് ലീഗ് മൂരികളെയൊക്കെ ഉത്തേജിപ്പിക്കുന്നത് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഏഴിമലർ പൂഞ്ചോലയിട്ട് ഈ ലൈംഗിക ദാരിദ്ര്യ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത്. അവർക്കുള്ള ഉശിരൻ മറുപടി തന്നെയാണ് മാതൃഭൂമിയിലെ അവതാരക കൊടുത്തത്.